ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് 2027 സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻസും ന്യൂസുകളും ഒക്കെ ഇപ്പോൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാകും. നീറ്റ് 2027 ഇനി വരുന്ന നീറ്റിന് ഇനി വരുന്ന വർഷങ്ങളിൽ ഏജ് ലിമിറ്റ് വരുമോ? അതായത് ഇപ്പോൾ ഏജ് ലിമിറ്റ് ഇല്ലല്ലോ, ഏത് ഏജിലുള്ളവർക്കും എക്സാം എഴുതാം. അറ്റംപ്റ്റ് ലിമിറ്റ് വരുമോ എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ നിങ്ങൾ കേൾക്കുന്നത്? ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ വർഷവും നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഒരുപാട് പ്രായമുള്ള ആളുകൾ അവരുടെ ലൈഫിൽ ഭയങ്കര ഡ്രീമായിരുന്നു നീറ്റ് എഴുതണം, MBBS ഡോക്ടർ ആവണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് എത്ര വർഷം കഴിഞ്ഞിട്ടും അവർ എക്സാം എഴുതുന്നു, അവർ സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു, അവർക്ക് നല്ലൊരു സ്കോർ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം ഏത് പ്രായത്തിലുള്ളവർക്കും ഇപ്പം ഈ എക്സാം എഴുതാമെന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എല്ലാ വർഷവും തന്നെ ഈ ഒരു പ്രശ്നം വരുന്നതാണ്. ഈ ഒരു ടൈം ആകുമ്പോൾ അറ്റംപ്റ്റ് ലിമിറ്റ് കുറയ്ക്കണം, ഏജ് ലിമിറ്റ് വരുത്തണം. കാരണം ഓരോ വർഷം കൂടുന്തോറും നമ്പർ ഓഫ് ആസ്പിരൻസ് കൂടി വരികയാണ്. ദാറ്റ് മീൻസ് കോമ്പറ്റീഷൻ ഇസ് ഇൻക്രീസിങ്. അതായത് 23 ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ നീറ്റിന് രജിസ്റ്റർ ചെയ്തത്. അപ്പം കുട്ടികൾ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരുമുണ്ട്. ഇപ്പോൾ റിപ്പീറ്റ് വർഷങ്ങളോളം ഇതിനു വേണ്ടി മറ്റു കോഴ്സുകൾ പഠിച്ച് മറ്റു ജോലികൾ ചെയ്തുകൊണ്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ ഒരു ഡ്രീം ഗിവപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത്രയും പേര് ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെയുള്ള പ്രശ്നമാണ് കോമ്പറ്റീഷൻ. അതായത് ഇപ്പം ഫ്രഷായിട്ട് സിലബസ് പഠിച്ച് എഴുതുന്ന ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ഉള്ള കുട്ടി, അതായത് ഇപ്പം നമ്മൾ NTA സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ട് എല്ലാ വർഷവും അവർ പറയുന്ന കാര്യമാണ്. അതായത് ഈ ഏജ് ലിമിറ്റ്, അതായത് സ്റ്റാർട്ടിങ് ഏജ് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? +2 കഴിഞ്ഞ ഒരു കുട്ടി, +2 കഴിഞ്ഞ് ആ സിലബസ് പഠിച്ച് വരുന്ന ഒരു കുട്ടി ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ എലിജിബിൾ പേഴ്സൺ ടു റൈറ്റ് ദിസ് എക്സാം. +2 കഴിഞ്ഞ് ഫസ്റ്റ് ടൈം എഴുതുന്നു, ആ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് ഒന്നും കൂടി ഒരു വർഷം കൂടി ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഐഡിയ. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇങ്ങനെ ഏജ് ലിമിറ്റും അറ്റംപ്റ്റ് ലിമിറ്റും ഒരു ലിമിറ്റേഷൻ വെക്കാത്തത് കൊണ്ട് വർഷങ്ങളോളം ആളുകൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓരോ വർഷവും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. കാരണം ഓരോ വർഷവും ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ കൂടുതലാണ്. ആൻഡ് ഓൾസോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് റിപ്പീറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ നമ്പറും രണ്ടും കൂടി ആഡ് ഓൺ ചെയ്യുമ്പോഴാണ് ഇത്രയും കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷേ പ്രശ്നം എന്താണ്? ഇത്രയും നമ്പർ ഓഫ് സീറ്റ്സ് നമ്മുടെ കൺട്രിയിൽ ഇല്ല. അതായത് നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 1 lakh മെഡിക്കൽ സീറ്റ്സ് ആണുള്ളത്. അതിൽ 55,000 ആണ് ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ്സ് ഉള്ളത്. അപ്പോൾ 23 ലക്ഷം പേര് ഈ 55,000 സീറ്റ്സിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്നത്. എല്ലാവർക്കും എന്താണ് എൻ്റെ ഫൈനൽ അറ്റംപ്റ്റ് ആണെന്നുള്ള ഐഡിയ അല്ല, ഈ അറ്റംപ്റ്റിൽ എനിക്ക് എങ്ങനെയെങ്കിലും കയറിപ്പോകണം എന്നുള്ളതാണ്. അറ്റംപ്റ്റ് ഇനിയും വരും, പക്ഷേ ഈ അറ്റംപ്റ്റിൽ എനിക്ക് ബെസ്റ്റ് സ്കോർ വാങ്ങിച്ച് കയറിപ്പോകണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇത് എഴുതുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ വർഷങ്ങളോളം ഇതിനു വേണ്ടി പഠിക്കുന്നവർ ഇതാകുന്നുണ്ട്. അപ്പം +2 കഴിഞ്ഞ് വന്ന എൻ്റെ ഒരു മോനെ എങ്ങനെ പഠിച്ച് ഇതിൽ സ്കോർ ചെയ്യും? അങ്ങനെയാണ് ഈ പേപ്പർ ലീക്ക്. അതേപോലെ തന്നെ ആ ബോർഡിലുള്ളവർ തന്നെ, ഇപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇന്ത്യയുടെ ആ സ്പെസിഫിക് ബോർഡിലുള്ളവർ തന്നെ നിന്നിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഇതിനൊക്കെ ആയിട്ട് പൈസക്ക് വേണ്ടിയിട്ടൊക്കെ പേപ്പർ ചോർത്തിയിട്ടുണ്ട്. കേസുകൾ പലതും ഇപ്പം പൊങ്ങി വരുന്നുണ്ട്. ആൻഡ് അതിൽ ഉണ്ടായിരുന്ന കൾപ്രിറ്റ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് എ ഫാക്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഓവർ എ പീരീഡ് ഓഫ് ടൈം NTA ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇപ്പോഴും അവരൊരു റിഫോർമേഷൻ സ്റ്റേജിലാണ് ഉള്ളത്. പുതിയ ബോർഡ് മെമ്പേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഇനിയെങ്കിലും അതായത് ഇനി വരുന്ന റീനീറ്റ് ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. റീനീറ്റിലെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരരുത്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മക്കൾക്ക് എക്സാം എഴുതാൻ പറ്റണം. ലീക്കേജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്ത വർഷം മുതൽ 2027 മുതൽ ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കുമെന്നും ആണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ കുറച്ചും കൂടി എറർ ഫ്രീ മോഡ് ഓഫ് കണ്ടക്ഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഈ ഏജ് ലിമിറ്റ്, അറ്റംപ്റ്റ് ലിമിറ്റ് എന്തുകൊണ്ടാണ് എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ റീസണാണ് മിസ് പറഞ്ഞു തന്നത്. അത് പക്ഷേ ഒഫീഷ്യലായിട്ട് NTA നമുക്ക് കൺഫേം ചെയ്ത് പറഞ്ഞു തന്നിട്ടില്ല. ഇഫ് ദർ വിൽ ബി ആൻ ഏജ് ലിമിറ്റ് ഓർ ദർ വിൽ ബി ആൻ അറ്റംപ്റ്റ് ലിമിറ്റ്. എല്ലാവരും സജസ്റ്റ് ചെയ്യാണ് NTA ഏജ് ലിമിറ്റ് കൊണ്ടുവരണം, അറ്റംപ്റ്റ് ലിമിറ്റ് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ മീഡിയ ന്യൂസൊക്കെ അത് എടുത്തിട്ട് നീറ്റിൽ ഏജ് ലിമിറ്റ് ഉണ്ടാകുമോ, ഇതിലുണ്ടാകുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അതൊരു ഇതാക്കി പിന്നെ നിങ്ങളുടെ ഇടയിൽ അതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ നിങ്ങളിപ്പോൾ അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഗോള് റീനീറ്റ് 2026 ആണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. നല്ലപോലെ റിവൈസ് ചെയ്തിട്ട് നിങ്ങളുടെ നീറ്റ് 2026 സ്കോർ എന്തായിരുന്നു, മെയ് 3-ാം തീയതി നിങ്ങൾ എഴുതിയ എക്സാമിന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് കിട്ടിയ സ്കോർ എന്തായിരുന്നു, അതിനേക്കാളും ഡെഫിനറ്റ്ലി ബെറ്റർ ഞാൻ ഇതിൽ പെർഫോം ചെയ്തുള്ള രീതിയിൽ പഠിച്ചു പോവുക. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ഇനി 2027 എയിം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് CBT മോഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ആൻഡ് ഓൾസോ അറ്റംപ്റ്റ് ലിമിറ്റ്, ഏജ് ലിമിറ്റ് ഇതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല.
ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ മേ ബി ലൈക്ക് PSC അതേപോലെയുള്ള ഗവൺമെൻറ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ അത് നിങ്ങളെ ചിലപ്പം ഒരു ടെൻഷനിൽ വരുത്തിയേക്കാം. പക്ഷേ ആസ് പെർ മൈ നോളജ് +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ +2 കഴിഞ്ഞ് 1 ഇയർ റിപ്പീറ്റ് ചെയ്യുന്നവർ, 2nd ഇയർ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് പ്രശ്നമുണ്ടാവില്ല. അങ്ങനെ ഒരു രീതിയിലായിരിക്കും. ഇനി ഏജ് ലിമിറ്റ് വരികയാണെങ്കിൽ തന്നെ, അറ്റംപ്റ്റ് ലിമിറ്റ് വരികയാണെങ്കിൽ തന്നെ അവർ പറയുക. സോ പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അതിലും എന്തെങ്കിലുമൊക്കെ റിലാക്സേഷൻസ് ഉണ്ടാകും. അതായത് കറക്റ്റ് +2 കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റൂ എന്നുള്ള ഒരു റൂള് വരില്ലായിരിക്കും. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ മിസ് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യുക. നീറ്റ് 2027 നമ്മുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റിൽ റണ്ണിങ് ആണ്. ഒരു ധീര ബാച്ചൊക്കെ നമ്മൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് ബേസിക്സ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ബാച്ചസ് ജോയിൻ ചെയ്യുക. ഇനിയും ഡിസൈഡ് ചെയ്യാത്തവർ അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് വാട്ട് എവർ ഈസ് ദ ഒഫീഷ്യൽ അപ്ഡേറ്റ്, വെൻ എവർ ഇറ്റ് ഈസ് റിലീസ്ഡ്, നമ്മൾ വന്നിട്ട് നിങ്ങളെ അത് കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്.